നീ എന്തായാലും എന്റെ കൂടെ വന്നേ പറ്റൂ. ശരി അമ്മ, ഞാൻ ഉമ്മാന്റെ ഒപ്പം വരാം. ഒരിക്കൽ തന്നെ ഉമ്മ പറഞ്ഞത് ഞാൻ കേട്ടില്ല, അത് ഞാൻ അനുഭവിക്കുന്നു. ഇനി ഉമ്മ പറയുന്നത് ഞാൻ തള്ളിക്കാണില്ല. ഞാൻ ഉമ്മാന്റെ കൂടെ വരാം. അന്ന് പിന്നെ എടുക്കാനുള്ളത് എന്താ വെച്ചാൽ എടുത്തിട്ട് വാ മോളെ, വേഗം വാ. ആ അമ്മ. രാഘവ, നല്ല മൂത്ത് തേങ്ങ മാത്രം ഇട്ടാ മതിട്ടാ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നീ ഇളമ്പിട്ടിട്ട് കറി വയ്ക്കുമ്പോഴൊക്കെ ഇളം പരച്ച് കൂട്ടാൻ വെക്കണ പോലെ ഉണ്ടായിരുന്നു. നല്ലത് മൂത്ത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി. ആ, എനിക്ക് വേറെ പണിയും തോരൂല്ല എന്ന് പറഞ്ഞിട്ടേ മാസം മാസം വന്നിട്ട് ഇളമ്പിട്ടിട്ട് പോണ്ട. ഇല്ല താത്ത, മൂത്ത് തേങ്ങ തന്നെ ഇടുള്ളൂ. ആ, അവളുടെ ഉമ്മ വന്നിട്ട് അവളെ കൂട്ടിയിട്ട് പോയി. 2 ആഴ്ചയായി പോയിട്ട്. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ആ, ഞാൻ പിന്നെ പോണ്ടാന്നൊന്നും പറയാനൊന്നും നിന്നില്ല. കഞ്ഞിക്ക് വകയില്ലാത്തവടൊന്നും കെട്ടിയിട്ട് വന്നതും പോരാ, ഇവിടെ അവൾക്ക് വലിയ കൊടുമയാണത്രേ. നമ്മളിവിടെ എന്ത് ചെയ്യണ്? ഇവിടുത്തെ വീട്ടിലത്തെ പണികൾ ചെയ്യുന്നത് അത്രയ്ക്ക് വലിയ കൊടുമയാണ്. അവളുടെ ഉമ്മ വന്നും കഴിഞ്ഞ് കൂട്ടിയിട്ട് പോവുകയും ചെയ്തു. അത്തനെ പിടിച്ച് മത്തി കിടത്തിയ കിടക്കില്ലല്ലോ, വീണ്ടും അത് പൊട്ടക്കുളത്തിൽ തന്നെ പോകുള്ളൂ. ഞാനും ഇനി എന്റെ മകനും ഇനി അവളിനെ ഇങ്ങോട്ട് വിളിക്കാൻ പോവില്ല. അവള് വേണമെങ്കിൽ വരും. ഞാനിവിടുന്ന് മാറിയിട്ട് വേണം എനിക്ക് ഇളമ്പ് നോക്കിയിട്ട് ഇടാനില്ലേ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നീ ഇളമ്പിട്ടിട്ട് പോയതാണ്. ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ, എന്റെ മേലെയൊന്നും വീഴില്ല. നീ നോക്കിയിട്. ആ കൊതുമ്പലും ആ ഉണക്കപ്പട്ടയൊക്കെ വെട്ടിയിട്. ഇവനാകുമ്പോളേ ഇതോടുകൂടി കഴിയുമല്ലോ. അല്ലെങ്കിൽ പിന്നെ തെങ്ങ് നേരാകാൻ വേണ്ടിയിട്ട് വേറെ ആളിനെ വെച്ച് വേറെ കൂലി കൊടുക്കണ്ടേ. ഇതാകുമ്പോ അത് മിച്ചു പോകും. ഞാൻ പോട്ടെന്നാ. ആ ശരി. മരുമകള് പോയത് നന്നായി. കുടിക്കിന് കഞ്ഞിക്ക് സമാധാനം കിട്ടുമല്ലോ. എന്തിനാ അതിവിടെ ഇരിക്കുന്നു ഒരുക്കളി. അതന്നെ പോകാൻ കാരണം. തെങ്ങിന്റെ മാറി തേങ്ങ വീഴും. നീ ഇട്ടോ, നീ എന്നിട്ട് ഞാൻ മാറിയിട്ട് ഇളമ്പിടാനല്ലേ. നീ ഇട്ടോ, അങ്ങോട്ട് മാറ്റിയിട്ട്. അതാ ഞാൻ അപ്പോഴും പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു തലയിൽ തേങ്ങ വീഴുന്നു, മാറി നിൽക്കാൻ പറഞ്ഞു. വീട്ടിലാരും ഇല്ലാത്ത നേരത്ത് നോക്കിയിട്ടുണ്ടാവും ഒരു തേങ്ങ വീഴാൻ. ഇനിയിപ്പോൾ വീട്ടിലത്തെ പണികളൊക്കെ ആരൊക്കെ ചെയ്യുക? അവളാണെങ്കിൽ അവളുടെ വീട്ടിലേക്കും പോയി, ബന്ധുവിനെയാണെങ്കിൽ വരണ്ടാന്നും പറഞ്ഞു. എൻ്റെ കഷ്ടകാലത്തിനെ പറയട്ടെ, ബന്ധുവിനെ വിളിക്കട്ടെ. ആ ബിന്ദു, നാളെ മുതലേ നീ ഇവിടെ പണിക്ക് വന്നോ? താത്ത, ഞാൻ വേറെ വീട്ടിൽ പണിക്ക് കയറിയിരിക്കുകയാണ്. നിങ്ങളുടെ അവിടെ കിട്ടുന്നക്കാട്ടി 1000 രൂപ എനിക്ക് കൂടുതൽ ഇവിടെ കിട്ടുന്നുമുണ്ട്. ഇനി എന്തായാലും ഞാൻ അങ്ങോട്ട് ഇല്ല താത്ത, വേറെ ആളിനെ നോക്കിക്കോളി. നീ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്? എനിക്ക് വരാൻ പറ്റില്ല താത്ത, അതാണ്. ബിന്ദു, എന്റെ മേലെ തേങ്ങ വീണിട്ട് എനിക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റടി. 2-3 മാസം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ ഒന്നും കൂടി വായോ. എൻ്റെ താത്ത, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഞാൻ ഒരു ബസ്സും പിന്നെ ഒരു ഓട്ടോയും പിടിച്ചിട്ട് വേണം വരാൻ. ഇതാകുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ എനിക്ക് പണിയും കിട്ടുകയും ചെയ്ത് അവിടുത്തെ കാലത്തും 1000 രൂപ കൂടുതലും കിട്ടി. ഞാൻ എൻ്റെ സൗകര്യമില്ലേ താത്ത നോക്കുള്ളൂ. കുറച്ച് തിരക്കാണ് താത്ത, ഞാൻ വെക്കണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ബിന്ദു ആണെങ്കിൽ ഇനി വരില്ല. മരുമകളിനെ വിളിച്ചാലോ? മരുമകൾ വരുമോ? വിളിച്ചാ ആപത്ത് കാലത്ത് വാശി കെട്ടിയിട്ട് കാര്യമില്ല. വിളിച്ചു നോക്കാം. ഈ ചാക്കത്ത് ചകിരിയല്ലേ ഉണക്കാനിട്ടുണ്ട്. മോളെ, ഇതാ നിന്റെ ഫോൺ അടിക്കണ്. ഇത് അവിടുത്തെ ഉമ്മയാണല്ലോ. ഹലോ, എന്തമ്മ? എനിക്ക് തീരെ വയ്യ മോളെ. എന്ത് പറ്റി? തേങ്ങ വീണിട്ട് മേലെ നടക്കാനോ ഇരിക്കാനോ ഒന്നിനും വയ്യ. ഇപ്പൊ കടപ്പിലാണ്. പഠിച്ചോനെ, നീ ഒന്ന് ഇങ്ങോട്ട് വരുമോ? ആമ്മ, ഞാൻ അങ്ങോട്ട് വരാം. ഓ, വരാന്ന് പറഞ്ഞു. സമാധാനം. ഇക്കാന്റെ ഉമ്മാന്റെ മേലെ തേങ്ങ വീണൂന്ന്. അവിടെ കടപ്പിലാണ്. എന്നെക്കൊണ്ട് അങ്ങോട്ട് വരുമോന്ന് ചോദിക്കുന്നു. ഈ സമയത്ത് നമ്മൾ വാശി കാട്ടിയിട്ട് കാര്യമില്ല. നീ എന്തായാലും അതുവരെ ഒന്ന് പോ. ആ ശരി അമ്മ, എന്നാ ഞാൻ ഇന്ന് തന്നെ പോട്ടെ. അന്ന് തന്നെ പൊക്കോ. അമ്മ, എണിക്കുമ്മ, ഇത്തിരി കഞ്ഞി കുടിക്കാം. കുറച്ച് മതി മോളെ. മതിയാ? മതി മോളെ. ശരി. അമ്മ, വരി കുളിക്കുക. വെള്ളം വെച്ചിട്ടുണ്ട്.
നോക്കിയിട്ട് നല്ല. അമ്മ കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ? കുറച്ച് കഴിഞ്ഞിട്ട് മതി. പാവമാവോ, പണവും മുതലും ഇല്ലെങ്കിൽ എന്താണ്, എന്നെ നന്നായി നോക്കുന്നുണ്ട്, എനിക്കത് മതി. ഞാൻ പോണു, ഞാൻ വരാൻ കുറച്ച് വൈകും. നീ അവളെ കൊണ്ട് പറഞ്ഞാ? ആരുടെ അടുത്ത്? സബിന്റെ അടുത്ത്. പിന്നെ എനിക്ക് അവളുടെ അടുത്ത് പറയാനല്ലേ പണി. വേണമെങ്കിൽ നിങ്ങൾ പറയാണ്ടിരിക്കുക, എന്തെങ്കിലും ചെയ്തോളൂ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എനിക്കൊന്നും വയ്യ അവളുടെ അടുത്ത് പറയാൻ. ഡാ, അവളിനെക്കാളി നല്ലത് ഇവള് തന്നെയാണ്ടാ. ഒന്ന് നഷ്ടപ്പെടുമ്പോഴാണ് മറ്റൊന്ന് നല്ലത് കിട്ടുള്ളൂ, മനസ്സിലായണ്ട? നിങ്ങളുടെ ഇഷ്ടപ്രകാരം കെട്ടിയതാണ് ഞാൻ അവളിനെ, മനസ്സിലാകണ്ട? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ, അത് മതി. ഇപ്പൊ നിങ്ങൾക്ക് വലിയ കാര്യമായില്ലോ അവളിനെ. എനിക്ക് പക്ഷെ മറക്കാനൊന്നും പറ്റില്ല ഷംനനെ. ഇവള് നോക്ക്, എന്ത് നല്ല സ്വഭാവമാണ്. പണമില്ലാന്നല്ലേ ഉള്ളൂ, എന്നെ എന്ത് നന്നായി നോക്കണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞ് അവളെ, എന്നിട്ട് അവളുടെ മനസ്സിൽ എന്തെങ്കിലും വെച്ചാ? ഞാൻ വിളിക്കുമ്പോഴത്തേന് ഓടി വന്നില്ലേ? ആര് വരും? ആ ബിന്ദു 15,000 മാസം കൊടുത്തിട്ട് എത്ര വർഷം ഇവിടെ നിന്നതാണ്. ഞാൻ വിളിച്ചിട്ട് അവള് വന്നാ? അതാണ്, മനസ്സിലാണ്ട? ബന്ധം തന്നെ. ഇങ്ങോട്ട് മിണ്ടാണ്ടിരിക്കണ്ടേ, വെറുതെ ദേഷ്യം പിടിപ്പിക്കാണ്ട്. ഞാൻ പോണു, വരാൻ കുറച്ച് വൈകും, അത് പറയാനാണ് വന്നത്. പറയടാ. ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കണ്ടേ, നീ വെച്ചോ, ഞാനിപ്പോ അവിടെ എത്തും. ആര്? ഇത് ഷെമ്മയല്ലേ? എത്ര പെട്ടെന്ന് അവളുടെ മനസ്സ് മാറിയത് നോക്ക്. പാവം അവള് സബി, അവൾക്ക് ഞാൻ ഇതുവരെ ഒരു സന്തോഷവും കൊടുത്തിട്ടില്ല. പക്ഷെ ഇവള് നോക്ക്, എത്ര ഹാപ്പി ആയിട്ടാണ് അവൾ അവളുടെ കെട്ടുകാരൻ്റെ ഒപ്പം പോണത്. വെറുതെ എൻ്റെ ലൈഫ് വേസ്റ്റ് ആയി. ഡാ അനസേ, ഞാനിപ്പോ ഷെംനനെ കണ്ടടാ, അവൾ അവളുടെ കെട്ടുകാരൻ്റെ കൂടെ പോണ്. ഒരു കൂസലുമില്ല, എന്നെ കണ്ടിട്ടൊന്നും മൈൻഡ് പോലും ചെയ്തില്ലടാ അവള്. എന്നോട് അനിത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്? അനിതയാ? ആടാ, അനിതന്റെ കൂട്ടുകാരിയാണ് ഇവള്. അനിത നിന്റെ അടുത്ത് എന്ത് പറഞ്ഞു? ഷംന നിന്നെ ചതിക്കായിരുന്നടാ. തന്നെ? നിന്റെ പടം കണ്ട് നിന്നെ സ്നേഹിച്ചതാടാ. ഓഹോ, അപ്പൊ എന്റെ അടുത്ത് കിട്ടുന്നതൊക്കെ അടിച്ചു മാറ്റിയിട്ട് അവള് അവളുടെ വഴി നോക്കി. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഞാൻ വെറും മണ്ടൻ. ഞാൻ ഇതുവരെയായിട്ട് എന്റെ കുട്ടികൾക്ക് ഒരു സന്തോഷം കൊടുത്തിട്ടില്ല. ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും എൻ്റെ അടുത്ത്. ഉമ്മ പറഞ്ഞത് ശരിയാണ്. എന്നിട്ടെന്താ നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇതുവരെ? എൻ്റെ അടുത്ത് അനിത് പറഞ്ഞു, നിന്നെ വിഷമിപ്പിക്കണ്ട, ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. ശരിയടാ, ഞാൻ പോട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. ഉമ്മ, ഞാൻ ഇന്ന് അവളെ കണ്ടുമ്മ. ആരിനെ? അതന്നെ ഷംനനെ. അവൾ അവളുടെ കെട്ടിയപ്പോ സന്തോഷമായിരിക്കുന്നു. ഞാനിവിടെ ഇങ്ങനെ എന്റെ ലൈഫ് വേസ്റ്റ് ആക്കിയിരിക്കുന്നു. അവളെന്നെ കണ്ടിട്ടൊന്നും മുണ്ടിയ പോലും ഇല്ലമ്മ. കണ്ടിട്ട് അങ്ങനെ കാണാത്ത പോലെ പോയി. തന്നെ? എന്തായാലും പെണ്ണുങ്ങൾ എന്താ ഇങ്ങനെ പെട്ടെന്ന് മാറുന്നത്? ഞാൻ എന്തെല്ലാം സാധനങ്ങളാണ് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. എന്താ മാനെ, നിന്റെ നല്ലതിനാണ് അവള് നിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയത്, മനസ്സിലാണ്ട? അവളെക്കാട്ടി നല്ല സ്വഭാവമുള്ള ഒരു കൂട്ടൻ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഉമ്മ പറയുന്നത് കേക്ക്. ഞാൻ നിന്നെ പോലെ തന്നെ എന്തെല്ലാം ദ്രോഹം ദ്രോഹിച്ചാണ് അവളിനെ. എന്നിട്ട് കണ്ട അവസാനം എനിക്ക് അവള് തന്നെ വേണ്ടി വന്നില്ലേ? ഇവളുടെ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പടച്ചോൻ ഈ ഒരു ശിക്ഷ തന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവളെക്കാട്ടി നല്ല ഒരു കുട്ടീനെയാണ് എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. നീ ശരിക്കും ഭാഗ്യം ചെയ്യണം അവളെ പോലെ ഒരു നല്ല മനസ്സുള്ള കെട്ടിയവളെ കിട്ടാൻ വേണ്ടിയിട്ട്, മനസ്സിലാകണ്ട? നീ മനസ്സിലുള്ളതൊക്കെ മറന്നിട്ടേ അവളെ നന്നായി സ്നേഹിക്കാൻ നോക്ക്. നല്ലൊരു സന്തോഷത്തിലുള്ള ജീവിതം നിൽക്കുന്നുണ്ട്. കഴിഞ്ഞതൊക്കെ മറക്ക എന്റെ കുട്ടി. ഞാൻ പറയണത് നീ കേക്ക്. ഇക്ക, ചോറെടുക്കട്ടെ? എടുക്ക്. നീ കഴിച്ചാ? ഇല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്നാ പിന്നെ രണ്ടുപേരും കൂടി ഒപ്പം ഇരുന്ന് കഴിക്കുക. അടുത്തേക്ക്. ഉമ്മ പറഞ്ഞത് ശരിയാണ്. ഞാനും ഉള്ള മനസ്സിലാക്കാൻ വൈകിപ്പോയി. പോ, അത് അവള് വിളിക്കുന്നു. പോയി ചോറുണ്ട്. ഞാൻ ചോറിനിട്ടും വന്ന. പോമാനെ.
പാർട്ട് 1 കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.